ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇന്നലെ ഇട്ട വിഷുവിൻ്റെ തലേന്ന് ദിവസത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പം നമ്മൾ ചുണ്ണു പോയി കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞനും കൂടി ജസ്റ്റ് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് ദിവസമാണ് എല്ലാവരും കൂടുതലായിട്ട് ഈ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം വിഷുവിൻ്റെ അന്ന് കുറവായിരിക്കുള്ളൂ എല്ലാവരും, പിന്നെ പത്താമതയും അങ്ങനെയൊക്കെയല്ലേ പൊട്ടിക്കാറുള്ളത്. അപ്പം ഞങ്ങൾ ചക്രവും കാര്യങ്ങളൊക്കെ ഓൾറെഡി വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ മുറ്റവും കാര്യങ്ങളൊക്കെ നല്ല മെസ്സായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് കത്തിക്കാനായിട്ട് സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഉള്ള സൗകര്യത്തിലൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കുകയാണ്. പണ്ട് ഈ ചക്രവും ഈ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അച്ഛനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ നിന്ന് വന്നു ധൈര്യം എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു ഫ്രണ്ടിൽ നിന്ന് ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം അങ്ങനെ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കുകയാണ്. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ ടോർച്ച് പോലത്തെ സാധനം കേട്ടോ, നിങ്ങൾ എന്താ പറയണതെന്ന് എനിക്കറിയില്ല, നമ്മളിതിനെ ടോർച്ച് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് കത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാനതൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞനും ഇങ്ങനെ എന്തോ പാട്ടൊക്കെ പാടിയുള്ള ഡാൻസൊക്കെ ചെയ്ത് അതൊക്കെ കത്തിക്കുകയാണ്. ഇപ്പോൾ ചെറിയ ഫെസ്റ്റിവൽ ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു മിസ്സാവുന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ആണെങ്കിൽ പാറും ചുണ്ണവും ഇല്ല. ഞാൻ ഓൾറെഡി അവളുടെ അടുത്ത് ഇപ്രാവശ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അടുത്ത വിഷുവിനെങ്കിലും നമുക്ക് വിഷു ഓണം പോലുള്ള എല്ലാ പരിപാടികൾക്കും നമുക്ക് എപ്പോഴും അവൈലബിൾ ആവാൻ പറ്റിയില്ലെങ്കിലും വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം എന്നുള്ളത് അതിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. കാരണം നമ്മളൊക്കെ ഇനി എത്ര നാളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒരു കാര്യത്തിലും നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാനതുകൊണ്ട് അവളോട് ഓൾറെഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ സാഹചര്യങ്ങളല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെയാണെങ്കിൽ അവൾക്ക് എന്തോ പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൾ എന്തായാലും ഈവനിങ് വന്നാനേ നാളെ. പിന്നെ നമ്മളിതേ മത്താപ്പമൊക്കെ മതിലിൻ്റെ പൊക്കത്ത് വെച്ചാണ് കത്തിച്ചത്. കാരണം അവിടെ വെച്ച് കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇനി എവിടെയെങ്കിലും വീണ് കത്ത് പിടിച്ചാലോ എന്നുള്ള പേടിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു നാളത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തു വെക്കാമെന്ന്. ഓൾറെഡി അച്ഛനുള്ള ടൈമിൽ അച്ഛനാണ് കണിയും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത്. ഇപ്പം എന്തായാലും നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഓൾറെഡി കഴിഞ്ഞ കൊല്ലം നമ്മൾ വിഷുക്കണിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ വിഷുക്കണി പ്രിപ്പറേഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.